നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ രാജ്യത്തെ സാമ്പത്തിക സുരക്ഷിതത്വം മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളോട് കർശന നിയന്ത്രണം പാലിക്കാനാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കൊറോണ കാലത്തിന് തുല്യമായ ജാഗ്രത ആവശ്യമാണെന്നാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. ഇന്ധന ഉപഭോഗം കുറയ്ക്കേണ്ടി വരും. സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മെട്രോവും സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനുമൊക്കെയാണ് മോദി നിർദ്ദേശിച്ചിരിക്കുന്നത്. പെട്രോൾ, ഡീസൽ എന്നിവയുടെ ഉപയോഗത്തിൽ പരമാവധി നിയന്ത്രണം കൊണ്ടുവരാനാണ് ഇങ്ങനെയൊരു നിർദ്ദേശം. ഊർജ്ജ പ്രതിസന്ധി നേരിടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും മോദിയുടെ ആ ഒരു നിർദ്ദേശം വന്നതിന് പിന്നാലെ തന്നെ അത് സ്വാഭാവികമാണല്ലോ. സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോക്ക് അത്ര എളുപ്പമല്ലെന്ന് ഇത് നിർദ്ദേശം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. എന്നിരുന്നാലും ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ തുടക്കത്തിലെ ചില നിയന്ത്രണങ്ങൾ പാലിച്ചാൽ നല്ലത് എന്നേ സർക്കാർ ഉദ്ദേശിച്ചുള്ളൂ. സർക്കാരും മോദിയും ഉദ്ദേശിച്ചിട്ടുള്ളത് അതാണെന്നത് വ്യക്തമാണ്. ഇതുപോലെ രാജ്യം നിയന്ത്രണങ്ങൾ പാലിച്ച ഒരു കൊറോണ കാലം നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് സർക്കാർ പറയുന്നത് പോലെ, മോദി ആഹ്വാനം ചെയ്തതുപോലെ നമുക്ക് പറ്റാവുന്ന സ്വയം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ നല്ലത്. സംസ്ഥാനം കാത്തിരിക്കുന്ന മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇനിയും വൈകാൻ സാധ്യത കാണുന്നില്ല. ഇന്ന് തന്നെ പ്രഖ്യാപനത്തിനാണ് സാധ്യത. അങ്ങനെ ഒട്ടേറെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് പ്രധാന തലക്കെട്ടുകൾ നോക്കി പെട്ടെന്ന് തിരിച്ചു വരാം. हमें पेट्रोल डीजल का उपयोग कम करना होगा. शहरों में जहां मेट्रो है वहां हम तय करें कि हम मेट्रो का ही उपयोग करेंगे. പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ രാജ്യത്ത് നിയന്ത്രണം പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധനം മിതമായി ഉപയോഗിക്കണമെന്നും സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നും വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണമെന്നും മോദി. ഊർജ്ജ പ്രതിസന്ധി നേരിടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് കോൺഗ്രസ്. അശാന്തമായി പശ്ചിമേഷ്യ. യുദ്ധം തീർക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളി ട്രംപ്. ഫ്രഞ്ച്, ബ്രിട്ടീഷ് പടക്കപ്പലുകൾ ഹോർമൂസിലേക്ക് നേരിടാനുറച്ച് ഇറാൻ. നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ച് ട്രംപ്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നു. ഉൾപ്പാട്ടിപ്പോര് അടങ്ങിയ ശേഷം പ്രഖ്യാപനമെന്ന് ഹൈക്കമാൻഡ്. ശക്തിപ്രകടനങ്ങൾ തുടരുന്നു എന്ന് നിരീക്ഷിക്കും. പ്രഖ്യാപനം നീളുന്നതിൽ അതൃപ്തിയുമായി ഘടകകക്ഷികൾ. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലും അനിശ്ചിതത്വം. പ്രതിപക്ഷ ഉപനേതാവ് എന്ന CPIയുടെ ആവശ്യത്തിൽ PBയിൽ ഇന്ന് ചർച്ച. തമിഴ്നാട്ടിലെ നിയമസഭാ സമ്മേളനം ഇന്നു മുതൽ. MLA മാർ സത്യപ്രതിജ്ഞ ചെയ്യും. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. വിശ്വാസ വോട്ടെടുപ്പ് മറ്റന്നാൾ. വീണ്ടും സ്പാനിഷ് ലീഗ് കിരീടം ചൂടി ബാഴ്സ. റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. മുംബൈയെ IPLൽ നിന്ന് പുറത്താക്കി ബംഗളൂരു. ഇന്ന് പഞ്ചാബ് ഡൽഹി പോരാട്ടം. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ രാജ്യത്ത് കടുത്ത നിയന്ത്രണം. സാമ്പത്തിക സുരക്ഷിതത്വം മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾ കർശന സ്വയം നിയന്ത്രണം പാലിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്തിന് സമാനമായ ജാഗ്രത ഇക്കാലയളവിൽ ആവശ്യമാണെന്നാണ് മോദി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിനായി പെട്രോൾ, ഡീസൽ എന്നിവയുടെ ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം. സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി മെട്രോ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. വിദേശ നാണ്യശേഖരം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അത്യാവശ്യമല്ലാത്ത വിദേശയാത്രകൾ മാറ്റിവെക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുന്നു. जैसे एक बड़ा संकल्प है पेट्रोल डीजल का संयम से इस्तेमाल करना. साथियों, हमें पेट्रोल डीजल का उपयोग कम करना होगा. शहरों में जहां मेट्रो है वहां हम तय करें कि हम मेट्रो का ही उपयोग करेंगे. ज्यादा से ज्यादा मेट्रो में ही जाएंगे. अगर कार में ही जाना जरूरी है तो फिर कार पूल करने का प्रयास करें और भी लोगों को साथ बिठा ले. अगर हमें कहीं सामान भेजना हो तो कोशिश करनी है कि वह ज्यादा से ज्यादा रेलवे गुड्स के जो ट्रेन होती है रेलवे की सर्विसेज से भेजें, ताकि इलेक्ट्रिक रेलवे होने के कारण पेट्रोल डीजल की जरूरत नहीं पड़ती है. जिन लोगों के पास इलेक्ट्रिक व्हीकल है वो भी कोशिश करें कि इलेक्ट्रिक व्हीकल का ज्यादा से ज्यादा उपयोग करें. साथियों, ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ രാജ്യത്ത്
സ്വയം നിയന്ത്രണം പാലിക്കണമെന്നാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒരു കൊറോണക്കാലം നമുക്ക് മുന്നിലുണ്ട്. അന്ന് സ്വയം നിയന്ത്രണം പാലിച്ച് നമുക്ക് ഇതും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ അതിന് എതിരെ പ്രതിപക്ഷവുമൊക്കെ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? എന്താണ് മോദിയുടെ ആഹ്വാനത്തിന് പിന്നിൽ? പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇന്ധന ഉപയോഗം കുറയ്ക്കണമെന്നും ഓരോ പൗരന്മാരും സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ളൊരു മുൻകരുതലാണ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇതിനോടകം തന്നെ പല ലോക രാഷ്ട്രങ്ങളിലും സർക്കാർ തന്നെ ഇന്ധന ഉപയോഗത്തിൽ, അതിൽ പെട്രോളും ഡീസലും പാചകവാതകവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കടുത്ത നിയന്ത്രണം സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ സാമ്പത്തിക പ്രതിസന്ധി ലോകരാജ്യങ്ങൾ അനുഭവിക്കുന്നു. ഈ ഘട്ടത്തിൽ കഴിഞ്ഞ നിമിഷങ്ങൾ വരെ ഭാരതത്തിന്റെ വിലയിരുത്തൽ ഉണ്ടായിരുന്നത് ഈ പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷം വലിയ തോതിൽ ഭാരതത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിലും രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിലും ഊർജ്ജ മേഖലയും കാര്യമായി തന്നെ ബാധിക്കാൻ ഇടയുണ്ട് എന്ന വ്യക്തമായ ധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാജ്യത്തെ ഭരണാധികാരികൾക്കുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് രാജ്യത്ത് ഇന്ധന ഉപയോഗം കുറയ്ക്കേണ്ടി വരും, അത് അനിവാര്യമാകും. അതുകൊണ്ട് പൊതുഗതാഗത സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ട്രെയിന്, ബസ്, കാർപൂൾ സംവിധാനങ്ങൾ ഉൾപ്പെടെ കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാനാവുന്ന സംവിധാനങ്ങൾ ഉപയോഗിക്കണം. വർക്ക് ഫ്രം ഹോം രീതി വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പരമാവധി ആളുകൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ സാധിക്കുന്നവർ അത്തരത്തിൽ ജോലി ചെയ്യണം. അത് ഇന്ധന ഉപയോഗത്തിൽ വലിയ കുറവ് വരുത്തുന്നതിന് കാരണമാകും. കൂടാതെ സമ്പദ് വ്യവസ്ഥ പിടിച്ചു നിർത്തുന്നതിനായി ഇന്ത്യയിൽ പണപ്പെരുപ്പവും വിലക്കയറ്റവും നിയന്ത്രിക്കുന്നതിനായി സ്വർണം വാങ്ങുന്നത് പരമാവധി കുറയ്ക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദേശയാത്രകളുടെ കാര്യത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് വിദേശയാത്രകളിൽ വിനോദസഞ്ചാരത്തിനായി വിദേശയാത്രകളിലേക്ക് പോകുന്നവർ രാജ്യത്തിനകത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് രാജ്യത്തിനകത്ത് തന്നെ വിനോദസഞ്ചാര യാത്രകൾ നടത്തിയാൽ അത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും സമ്പദ് മേഖലയ്ക്കും കൂടുതൽ ശക്തി പകരുന്നതാകും. അത്തരത്തിൽ ഈ കൊറോണ കാലത്ത് എങ്ങനെയാണോ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് അത് ഇന്ധന ഉപയോഗത്തിൽ കൊണ്ടുവരാനും ബാക്കി സമ്പദ് മേഖലയ്ക്ക് ശക്തി പകരുന്ന രീതിയിൽ രാജ്യത്തിനകത്ത് തന്നെ പണം ചെലവഴിക്കാനുമുള്ള ഒരു ആഹ്വാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. അതിനാധാരം എന്നുള്ളത് നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകരാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ സർക്കാർ ഇടപെട്ടുകൊണ്ട് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പല രാജ്യങ്ങളിലും ഇന്ധനക്ഷാമം അത്രയധികം രൂക്ഷമാണ്. പല രാജ്യങ്ങളിലും സാമ്പത്തികമായി അത്രയധികം ഞെരുക്കവും പ്രതിസന്ധിയും അനുഭവിക്കുമ്പോഴും ഇതുവരെ കാര്യമായ പ്രതിസന്ധി, ഇന്ധന വില വർദ്ധിച്ചു, അതായത് പാചകവാതകത്തിൽ വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ പാചകവാതകം ലഭിക്കാതിരിക്കുന്ന പ്രതിസന്ധിയിൽ അത്രയധികം വലിയ രൂക്ഷമായിട്ടുള്ള സാഹചര്യം രാജ്യത്തിനകത്തില്ല. നിലവിൽ ഇന്ത്യയെ ഈ പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധം വളരെ കാര്യമായി ബാധിച്ചു എന്ന വിലയിരുത്തലില്ല എങ്കിൽ പോലും യുദ്ധം തുടർന്നു പോവുകയാണെങ്കിൽ സാമ്പത്തിക മേഖലയിലും ഊർജ്ജ മേഖലയിലും കടുത്ത പ്രതിസന്ധി നേരിടാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി മുൻപോട്ട് വെച്ചത്. ജിഷ്ണു, ഒറ്റ കാര്യം, ഈ ഊർജ്ജ പ്രതിസന്ധി നേരിടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് പ്രതിപക്ഷം രംഗത്ത് വന്നു കഴിഞ്ഞു. അത്തരത്തിലുള്ള ആരോപണങ്ങൾ സ്വാഭാവികമാണ്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിനെ വിമർശിക്കുന്നതും നേരത്തെ തന്നെ ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ തെറ്റാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉൾപ്പെടെയുള്ളവരും കോൺഗ്രസും പാർലമെന്റിനകത്തും വളരെ ശക്തമായി തന്നെ സർക്കാരിനെതിരെ ഉന്നയിക്കുകയും അതിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തുകയും ഊർജ്ജ പ്രതിസന്ധിയിൽ സർക്കാരിന് യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ നടത്താനായില്ല എന്ന വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം അതിന് കൃത്യമായ മറുപടി കേന്ദ്ര സർക്കാരും ഒപ്പം കേന്ദ്രമന്ത്രിമാരും നൽകിയത് നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യം തന്നെയാണ്. മറ്റു രാജ്യങ്ങൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ കടന്നു പോകുന്നത് എന്നുകൂടി ഓർക്കണം എന്ന കാര്യം പാർലമെന്റിനകത്ത് തന്നെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവർ പ്രതിപക്ഷ നേതാക്കളോട് ചോദിച്ചിരുന്നു. ഈ പശ്ചിമേഷ്യൻ സംഘർഷം എന്നുള്ളത് ഒരു രാജ്യത്തിന് മാത്രമായി നിയന്ത്രിക്കാൻ സാധിക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച എന്ന് പ്രതിപക്ഷവും മറ്റു രാജ്യങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ ഭാരതത്തിൽ ആ പ്രതിസന്ധി കുറയ്ക്കാൻ സാധിച്ചു എന്ന് കേന്ദ്ര സർക്കാരും അവകാശപ്പെടുന്നുണ്ട്. ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ രാജ്യത്ത് കടുത്ത നിയന്ത്രണം പാലിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ തള്ളി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം
ഉടനടി അവസാനിപ്പിക്കണമെന്നും അമേരിക്കൻ നാവിക ഉപരോധം പിൻവലിക്കണമെന്നുമുള്ള ഇറാന്റെ ആവശ്യത്തോട് ട്രംപ് കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ലിജിൻ ചേരുകയാണ്. ലിജിൻ, ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് നേരത്തെയും ട്രംപും നെതന്യാഹുവും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അതവിടെ നിലനിൽക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാനാവുക? ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ തള്ളുകയല്ലാതെ അതിലെന്തായാലും ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കാൻ ഇറാൻ തയ്യാറാവില്ല. പിന്നെ എങ്ങനെയാണ് ഈ പശ്ചിമേഷ്യൻ യുദ്ധം പെട്ടെന്ന് അങ്ങ് നിർത്തിവെക്കാനാവുക? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ഒരു അയവുണ്ടാകും, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്നായിരുന്നു ഏവരും കഴിഞ്ഞ ദിവസം വരെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇറാൻ പാകിസ്ഥാൻ മുഖേന, അതായത് ഈ മധ്യസ്ഥർ മുഖേന വാഷിംഗ്ടണിലേക്ക് അയച്ച ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തള്ളുകയാണ്. ടോട്ടലി അൺഅക്സെപ്റ്റബിൾ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ ഇറാൻ നൽകിയ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് വായിച്ചു, പക്ഷേ അതൊന്നും തന്നെ തനിക്ക് സ്വീകാര്യമല്ല എന്നുള്ളൊരു നിലപാടിൽ ട്രംപ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതിനിടയിലാണ് താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചു എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നത്. എന്നിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ ഇപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ആദ്യം യുദ്ധം അവസാനിപ്പിക്കട്ടെ, അതിനുശേഷം ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകാം, അതും കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുക എന്നുള്ളതാണ് ഇറാൻ ഇപ്പോഴും അടിയുറച്ച് പറയുന്നത്. പക്ഷേ ഒരിക്കൽ പോലും ട്രംപ് ആ ഒരു നിർദ്ദേശത്തോട് മുഖം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ മുഖം തിരിച്ചു നിൽക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടി വരും. ഇനി ഹോർമുസ് കടലിടുക്കിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായിട്ടും ഒരു ആധിപത്യം അവിടെ ഇപ്പോഴും പുലർത്തുകയാണ്. മാത്രമല്ല ഇറാന്റെ കപ്പലുകൾക്ക് നേരെ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം, അതാണ് ഇറാനെ ഇപ്പോൾ കൂടുതൽ വിഷമത്തിലാക്കുന്നത്. ആ ഉപരോധം എപ്പോഴാണോ അവസാനിപ്പിക്കുന്നത് ആ സമയത്ത് കപ്പലുകൾ കടത്തിവിടാൻ തങ്ങൾ ഒരുക്കമാണ് എന്നുള്ളൊരു നിലപാട് ഇറാൻ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. പക്ഷേ അമേരിക്ക അത്തരമൊരു നിലപാട് അല്ലെങ്കിൽ അത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. കാരണം ഇപ്പോൾ തന്നെ ഫ്രഞ്ച്, അതോടൊപ്പം തന്നെ UK അടക്കമുള്ള രാജ്യങ്ങളിലെ കപ്പലുകൾ, നാവികസേന കപ്പലുകൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവർ ഏറ്റവും പ്രധാനമായും ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ ചരക്ക് കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കുക എന്നുള്ളതാണ് ഏറെ പ്രധാനമായും അവർ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്ക സമാനമായ രീതിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും ഈ ഒരു സംഘർഷം അയവുണ്ടാക്കുന്നതിൽ സഹായിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലിജിൻ ഒറ്റ കാര്യം, ഈ ഫ്രഞ്ച് ബ്രിട്ടീഷ് പടക്കപ്പൽ ഹോർമൂസിലേക്ക് നീങ്ങിയിട്ടുണ്ടല്ലോ, അങ്ങനെയാണ് ഇപ്പോൾ ലിജിൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെതിരെ ശക്തമായൊരു നേരിടൽ അത് ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഇറാൻ അത്തരമൊരു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കാരണം ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ ഒരു വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലാണ്. ഇത് ഏത് നിമിഷവും ആ കരാർ ലംഘിക്കപ്പെടാം എന്നുള്ളൊരു സൂചന ഇറാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു തരത്തിൽ തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇറാൻ പ്രസിഡന്റ് ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു. ഈ കപ്പലുകൾ അങ്ങോട്ടേക്ക് പോകുന്നത് തന്നെ അവരുടെ കപ്പലുകൾ, അതായത് ചരക്ക് കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കുക എന്നുള്ളതാണ് ഈ നാവികസേന പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ അതിലേതെങ്കിലും പ്രകോപനം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇറാന് നേരെ ഒരു ആക്രമണ ശ്രമം ഈ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ ആ മേഖലയിലുള്ള കപ്പലുകൾക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. എന്തായാലും വീണ്ടും ഒരു സംഘർഷ പരിതത്തിലേക്ക്, അല്ലെങ്കിൽ കുറേ ദിവസം, ഏകദേശം ഫെബ്രുവരിയിൽ ആരംഭിച്ച ഈ ഒരു യുദ്ധം അയവുണ്ടാകാതെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അക്കാര്യം വളരെ കൃത്യമായി തന്നെ രാജ്യത്തെയും മറ്റു രാജ്യങ്ങളെയും എങ്ങനെയാണ് ഈ സംഘർഷം ബാധിക്കുന്നത് എന്നതിൻ്റെ ഭീകരത അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ഇത് സമാനമായ രീതിയിൽ എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ കാത്തിരുന്ന സമാധാന ചർച്ചകളും അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങളും എന്തായാലും ട്രംപ് അംഗീകരിക്കുന്നില്ല. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടും തന്നെ തനിക്ക് സ്വീകാര്യമല്ല എന്നുള്ള കടുത്ത കർശന നിലപാട് ട്രംപ് സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനിയും കാത്തിരിക്കണം, എത്ര നാൾ വരെ ഈ ഒരു യുദ്ധത്തിന് അയവുണ്ടാകാൻ കാത്തിരിക്കണം എന്നുള്ളത്. എന്തായാലും സമാധാന ചർച്ചകൾ തുടരും എന്നുള്ളത് തന്നെയാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷെ അപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ലിജിനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യ ശാന്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. സമാധാനം പുലരാൻ ഇനിയും വൈകുമെന്ന കാര്യം ഉറപ്പാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളൊക്കെ തള്ളിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മറ്റു വാർത്തകളിലേക്ക്. UAE സ്കൂളുകൾ ഇന്നു മുതൽ തുറക്കും.
മെയ് 11 മുതൽ നേരിട്ടുള്ള പഠന രീതിയിലേക്ക് മാറാമെന്ന് UAE വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. നിലവിലെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിയതിനു ശേഷമാണ് ഓൺലൈൻ പഠന രീതി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകി. സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായാൽ ആവശ്യമെങ്കിൽ ഓൺലൈൻ പഠന രീതിയിലേക്ക് മാറാനുള്ള സാഹചര്യങ്ങൾ ഉറപ്പാക്കണമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കോൺഗ്രസിനുള്ളിലും ഘടകകക്ഷികളിലും അതൃപ്തി പുകയുകയാണ്. സത്യപ്രതിജ്ഞ വൈകരുതെന്ന് ആവശ്യം ഉയരുന്നു. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഇന്നെങ്കിലും ഉണ്ടാകുമോ എന്നാണ് ആകാംക്ഷ. വിവരങ്ങളുമായി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, മുഖ്യമന്ത്രി പ്രഖ്യാപനം അത് കാത്തിരിക്കുകയാണ്. ആരായിരിക്കും മുഖ്യമന്ത്രി, നമ്മൾ ആരെ CM എന്ന് വിളിക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇന്നെങ്കിലും അതിനൊരു സാധ്യത കാണുന്നുണ്ടോ? ആരാണെന്ന് അറിയാനാവുമോ? തീർച്ചയായും വലിയ രീതിയിലാണ് കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കാരണം അത്രയേറെ ഭൂരിപക്ഷത്തിൽ അവർ വിജയിച്ചിട്ടും അവരുടെ മുഖ്യമന്ത്രി, കേരള ജനത അത്രയേറെ ഭൂരിപക്ഷത്തിൽ ഒരു പാർട്ടി അധികാരത്തിൽ ഏറ്റിരിക്കുകയാണ്. ഒരു ഭരണവിരുദ്ധ വികാരമോ 10 വർഷത്തെ എന്ത് വിരുദ്ധ വികാരം ഉണ്ടായാൽ, എത്ര തന്നെ വിരുദ്ധ വികാരം ഉണ്ടായിട്ടും ഏത് രീതിയിലായാലും ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് ഇത്രയേറെ ഭീകരമായ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ തിളക്കമാർന്ന ഒരു വിജയമാണ് കൊടുത്തിരിക്കുന്നത്, അമ്പരപ്പിക്കുന്ന ഒരു വിജയമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒപ്പമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം സത്യപ്രതിജ്ഞ വൈകുന്നുവെന്ന് പൊതുവികാരം ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്നു. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ തലത്തിൽ പോലും, അത് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വലിയ രീതിയിലുള്ള ഒരു വിമർശനം പരസ്യമായി വന്നില്ലെങ്കിൽ കൂടിയും ആ പാർട്ടിക്കുള്ളിലും ഘടകകക്ഷികൾക്കുള്ളിലും ഒരു അതൃപ്തി, അത് വലിയ രീതിയിൽ തന്നെ വിയോജിപ്പും അതൃപ്തിയുമൊക്കെ ഉണ്ട്. പക്ഷെ ആ അസ്വസ്ഥതകൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലൊക്കെ മറനീക്കി പുറത്തു വരാനുള്ള ഒരു സാഹചര്യവും സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇങ്ങനെ എന്തുകൊണ്ട് ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നു? ഒരുപക്ഷെ ഈ 3 പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തർക്കിക്കുന്നു, മത്സരിക്കുന്നു, അനുയായികളുമായുള്ള പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ സ്വാഭാവികമായും ഹൈക്കമാൻഡിന് ഇടപെടൽ ഉണ്ടായേ മതിയാകൂ. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായി. അതിനായി ചർച്ചയ്ക്കായി 3 നേതാക്കളെ ഡൽഹിക്ക് വിളിച്ചു. ചർച്ചയൊക്കെ കഴിയുന്നു. പക്ഷെ ചർച്ച കഴിഞ്ഞ് അവർ തിരികെ വന്നു. ഒരു 24 മണിക്കൂറിലേക്ക് അടുക്കുന്നു. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഹൈക്കമാൻഡിന് ഒരു തീരുമാനത്തിലെത്താൻ, ഒറ്റ പേരിലെത്താൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. അപ്പോൾ ഇനി എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരുമെന്ന് ഘടകകക്ഷികൾ അടക്കം ചോദിക്കുകയാണ്. ഇതിൽ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം പ്രധാനമാണ്. ഈ തീരുമാനത്തിൽ അവിടെ എത്തിയതിനു ശേഷം ലീഗുമായി ഒരു ആശയവിനിമയം നടത്തി ലീഗിന്റെ കൂടി അഭിപ്രായം പരിഗണിക്കുന്നു. അതായത് MLA-മാരുടെ അഭിപ്രായം, MLA-മാർ ആരെയാണോ പിന്തുണയ്ക്കുന്നത് അത് അതേ രീതിയിൽ തന്നെ അത് തന്നെയാണ് പ്രധാനം. കാരണം കോൺഗ്രസിന്റെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് അതിനാണ് മുൻഗണന നൽകുന്നത്. അതോടൊപ്പം താഴെത്തട്ടിൽ ഘടകകക്ഷികൾ, മുന്നണി സംവിധാനമായതിനാൽ ഘടകകക്ഷികൾ, ഈ ഘടകകക്ഷികളിൽ ഏറ്റവും പ്രധാനം മുസ്ലിം ലീഗാണ്. ഇപ്പോൾ ലീഗിന്റെ ഒരു താല്പര്യം പരിഗണിക്കുന്നു. ലീഗ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശനെയാണ് ലീഗ് പിന്തുണയ്ക്കുന്നത്. അത് പരസ്യമായി പറയുകയും ചെയ്തു. ഒപ്പം തന്നെ നിരീക്ഷകർക്ക് മുന്നിൽ പേരെടുത്ത് പറഞ്ഞു, VD സതീശന്റെ പേരൊക്കെ എടുത്തു പറഞ്ഞു. അതിനുശേഷം ഒരു 2 ദിവസം പിന്നിടുകയാണ്. മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ രാഷ്ട്രീയമാണ്, മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ അഭിപ്രായത്തിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കാരണം മാത്രമല്ല ഈ ഘടകകക്ഷികളെ, പ്രധാനപ്പെട്ട ഘടകകക്ഷികളെയൊക്കെ പല രീതികളിൽ തന്നെ ഈ നേതാക്കന്മാർ അനുനയിപ്പിക്കുകയും അവരെ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലീഗിന്റെ അഭിപ്രായത്തിലോ അതിൽ തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതിലും ലീഗ് എന്ത് നിലപാട് അവസാന ഘട്ടത്തിൽ അതിൽ ഇപ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുകയില്ല. അപ്പോൾ ഏത് സാഹചര്യത്തിലായാലും ഇനിയും എന്തുകൊണ്ട് വൈകുന്നു എന്നൊരു ചോദ്യം കോൺഗ്രസിനുള്ളിലും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റു ഘടകകക്ഷികൾക്കുള്ളിലും ഒക്കെ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കുള്ളിൽ നിന്നുമൊക്കെ ഉയരുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒപ്പം തന്നെയും ഈ മുന്നറിയിപ്പുണ്ട്. അതായത് പ്രധാനമായും ഈ ഫ്ലക്സുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളോ ഒന്നും പാടില്ല എന്നുള്ള മുന്നറിയിപ്പുകൾ കഴിഞ്ഞപ്പോൾ 24 മണിക്കൂർ പിന്നിടുമ്പോഴും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ശശി തരൂരിനെ അനുകൂലിച്ചുകൊണ്ട് ഫ്ലക്സ് ഉയരുന്നു. അപ്പോൾ ഈ വിലക്കുകൾ മണിക്കൂറുകൾ കഴിയുമ്പോൾ വിലക്കുകൾ മറികടന്ന് രംഗത്ത് വരുമ്പോൾ ഇത് കൂടുതൽ എന്താണോ കരുതിയിരുന്നത് അല്ലെങ്കിൽ എന്താണോ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത് ആ സാഹചര്യത്തിൽ നിന്നും മാറുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇതിലൊരു തീരുമാനം ഉണ്ടാകണം. ഇന്ന് രാത്രിയെങ്കിലും ഒരു തീരുമാനം, ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം. വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കോൺഗ്രസിനുള്ളിലും ഘടകകക്ഷികളിലും അതൃപ്തി പുകയുകയാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ് താനെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. MLA-മാരുടെ പിന്തുണയൊക്കെ കഴിഞ്ഞ കാര്യമാണ്. ചർച്ചകൾ കഴിഞ്ഞു. ഇനി ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. എല്ലാ കാര്യങ്ങളും
ശ്രീ KC വേണുഗോപാലും VD സതീശനും ഞാനും സംസാരിച്ചതാണ്. ഇന്നലത്തെ മീറ്റിംഗിന് ശേഷം പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. പാർട്ടി ഹൈക്കമാൻഡ് യുക്തമായ തീരുമാനമെടുക്കും. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. അല്ലാണ്ട് വേറെ ഒരു പ്രശ്നവുമില്ല. ഹൈക്കമാൻഡ് ഏത് തീരുമാനമെടുത്താലും ഞാൻ ആ തീരുമാനത്തെ അംഗീകരിക്കും. ഞാൻ എന്നും ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ്. എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കും. അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. അതൊന്നും എനിക്കറിയില്ല. പ്രതിപക്ഷ നേതാവ് ആരാകുമെന്നതിൽ പോളിറ്റ് ബ്യൂറോ ഇടപെടൽ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി CPM ജനറൽ സെക്രട്ടറി MA ബേബി. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവ് ആകട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് പിണറായി വിജയൻ തന്നെ തുടരട്ടെ എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം അങ്ങനെയാണ്. എന്നാൽ ജനറൽ സെക്രട്ടറി MA ബേബിക്കും കേന്ദ്ര നേതൃത്വത്തിനും വ്യത്യസ്ത നിലപാടുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പാർട്ടിയിൽ ഒരു മാറ്റം വേണമെന്ന നിലപാട് ചില കേന്ദ്ര നേതാക്കൾക്കും ഉണ്ട്. പ്രതിപക്ഷ നേതാവ് ആരാകുമെന്ന ചർച്ചകൾക്കിടയിലാണ് CPMന്റെ പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ നടക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായത്തിനൊപ്പം പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നതിൽ PBയുടെ ഇടപെടലും ഉണ്ടാകുമെന്നാണ് ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കിയത്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. പക്ഷേ നേതൃനിരയിൽ മാറ്റം ആവശ്യമാണെന്ന് PBയിലെ തന്നെ ചില മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ പിണറായി വിജയൻ PBയിൽ നിലപാടറിയിക്കും. കേരളത്തിൽ നേരിട്ട കനത്ത പരാജയവും രാഷ്ട്രീയ സാഹചര്യവും PB വിലയിരുത്തും. തെറ്റുതിരുത്തൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് 21 മുതൽ 23 വരെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. അതേസമയം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യം കടുപ്പിക്കുകയാണ് CPI. കീഴ്വഴക്കങ്ങൾ മാറണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് തോൽവി ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പാണെന്നും ഡൽഹിയിൽ ചേർന്ന CPI ദേശീയ കൗൺസിൽ യോഗം വിലയിരുത്തി. CPI നേതൃയോഗത്തിൽ ആശാസമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPM സ്വീകരിച്ച നയങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ് ഇപ്പോൾ. അൻഫിൽഡ്, നമ്മൾ നേരത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അൻഫിൽഡ് പറയുകയുണ്ടായി. അതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒന്നാണ് ആരെ നമ്മൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറയണം, ആരായിരിക്കും നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ. ഇക്കാര്യത്തിൽ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന്, കേന്ദ്ര കമ്മിറ്റിയിൽ, അതുപോലെ തന്നെ സംസ്ഥാനത്തുമൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു അഭിപ്രായം അതിൽ എന്താണ് എന്നതിനെക്കുറിച്ച് ഒന്നും കേട്ടതേയില്ല അൻഫിൽഡ്. തീർച്ചയായും സൂചിപ്പിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആര് എന്നതിനോടൊപ്പം തന്നെ അതേ ആകാംക്ഷ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാകുമെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം പിണറായി വിജയൻ 10 വർഷം ഭരിച്ച സംസ്ഥാനമാണ്. അദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെടുമ്പോൾ മുന്നണിക്ക് അതേ പിണറായി വിജയൻ തന്നെയാണോ പ്രതിപക്ഷ നേതാവായി വരിക? ആ ചോദ്യത്തിലാണ് ഇത്രയേറെ ആകാംക്ഷ. അതായത് സാധാരണഗതിയിൽ ഒരു പ്രതിപക്ഷ നേതാവിന് ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് ആകാംക്ഷ പിണറായി വിജയനെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്നിടത്താണ്. കാരണം അദ്ദേഹം 10 വർഷം ഭരിച്ചു, തുടർ ഭരണത്തിനായി രംഗത്തിറങ്ങി, ഭരണം നഷ്ടപ്പെടുന്നു, വലിയ രീതിയിൽ അമ്പേ പരാജയം ഏറ്റുവാങ്ങുമ്പോൾ വീണ്ടും ആ മുന്നണിയെ പ്രതിപക്ഷത്ത് നയിക്കാൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി ആ റോൾ ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര കണ്ട് അതിന് തയ്യാറെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും മുന്നണിക്കുള്ളിലെ മറ്റു തീരുമാനങ്ങളൊക്കെ തന്നെ. പിണറായി വിജയൻ ഇതുവരെ താൻ പ്രതിപക്ഷ നേതാവാകുന്നില്ല എന്നൊരു അഭിപ്രായമോ നിലപാടോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. താൻ പിന്മാറുന്നു എന്ന് അദ്ദേഹം പറയുന്ന നിമിഷം അതിനെ എതിർത്തുകൊണ്ട് ആരും വരികയില്ല. അദ്ദേഹത്തെ നിർബന്ധിച്ച പദവിയിൽ ആരും തന്നെ ഇരുത്തില്ല. പക്ഷേ അതേസമയം അദ്ദേഹം പിന്മാറാകാതെ പ്രതിപക്ഷ നേതാവാകാൻ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് പിന്മാറ്റാൻ ഒരു ഘടകകക്ഷി ഉൾപ്പെടെ ആരും തന്നെ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു അന്തിമ നിലപാടും അന്തിമ തീരുമാനവും എല്ലാ അർത്ഥത്തിലും അത് പിണറായി വിജയന്റെ മാത്രം തീരുമാനത്തിന് വിടുകയാണ്. അത് PB പോലും അത്തരത്തിലൊരു തീരുമാനത്തിലേക്കാണ്. അതായത് പിണറായി വിജയനോട് അദ്ദേഹത്തിനോട് നിലപാട് മാറ്റാൻ അവരാരും പറയുന്നില്ല. അതേസമയം ഘടകകക്ഷി എന്ന നിലയിൽ CPIക്കൊക്കെ ഉള്ളിൽ ഒരു എതിർവികാരമുണ്ട്. CPIയുടെ ദേശീയ നേതൃത്വത്തിനായാലും സംസ്ഥാന ഘടകത്തിനായാലും പിണറായി വിജയൻ നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നൊരു ആവശ്യം CPIക്കുള്ളിലും ഉയരുന്നുണ്ട്. പക്ഷെ അവർ പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും പാർട്ടികളിലും അവരുടെ നേതൃത്വത്തിലുമൊക്കെ ആ രീതിയിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് വരുന്നത്.
എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ ബിനോയ് വിശ്വം ഈ പ്രതിപക്ഷ നേതാവിനൊപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ അവിടെ പിണറായി വിജയൻ അല്ല മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് KN ബാലഗോപാലിനൊപ്പം ഇപ്പോൾ മറ്റൊരു പേര് സജി ചെറിയാൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷെ അത് അത്ര കണ്ട് അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പിണറായി വിജയൻ അല്ല എങ്കിൽ KN ബാലഗോപാൽ തന്നെയാകും സാധ്യത. മൂന്നാമതൊരു പേര് ഉയർന്നു കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് പ്രതിപക്ഷ ഉപനേതാവ് ഉണ്ടാകണമെന്നൊരു ആവശ്യം CPI പരസ്യമായി തന്നെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതേസമയം CPM പറയുന്നത്, അത് MMBB അടക്കമുള്ളവർ അത്തരത്തിലുള്ള സൂചന നൽകിയത്, ഇത്രയും കാലം CPM പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തൊക്കെ തന്നെ, അതായത് 2011 കാലയളവിലൊക്കെ തന്നെയും ഈ രീതിയിൽ ഒരു പ്രതിപക്ഷ ഉപനേതാവ്, അന്ന് LDF ആയിരുന്നു പ്രതിപക്ഷ നിരയിൽ, പ്രതിപക്ഷ ഉപനേതാവ് എന്നതുണ്ടായിരുന്നില്ല. വീണ്ടും ഒരു പ്രതിപക്ഷ സാധാരണഗതിയിൽ UDF ഭരിക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് ഉണ്ടാകാറുണ്ട്. എന്നാൽ LDFന് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലാത്തത് കൊണ്ട് അതിനൊരു സാങ്കേതിക തടസ്സമുണ്ട്, സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന രീതിയിലാണ് CPMന്റെ ഭാഗത്ത് നിന്നൊരു വാദം ഉയരുന്നത്. എന്നാൽ ബിനോയ് വിശ്വം തന്നെ അതിനെ ഇന്നലെ മറികടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അതിനെ തടയിട്ടുകൊണ്ട് പറഞ്ഞു, സാങ്കേതിക തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇതിനൊരു തടസ്സമാകില്ല, പ്രതിപക്ഷ ഉപനേതാവ് എന്നൊരു സ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന രീതിയിലൊരു ആവശ്യം തന്നെയാണ് CPI മുന്നോട്ട് വെക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ CPI ഒരു മുന്നണി LDF യോഗം ചേരുന്ന വേളയിൽ പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന് CPI പറഞ്ഞാൽ അതിന് എതിർത്ത് ഏതെങ്കിലും രീതിയിൽ CPM സംസാരിക്കുകയോ അവിടെ ഒരു രീതിയിൽ ഒരു നിലപാടെടുക്കുകയോ ചെയ്യാൻ CPMന് കഴിയുമെന്ന് നിലവിലെ സാഹചര്യം നമുക്ക് പറയാനും കഴിയുകയില്ല. ഒരുപക്ഷെ പ്രതിപക്ഷ ഉപനേതാവാണെങ്കിൽ അത് മുൻ മന്ത്രിയായിരുന്ന റവന്യൂ മന്ത്രി K. രാജൻ പ്രതിപക്ഷ ഉപനേതാവായി വരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും CPM നേതാക്കൾ പറയുന്നത് മുഖ്യമന്ത്രി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യട്ടെ, മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ തീയതി പ്രഖ്യാപിക്കുന്ന ആ നിമിഷം തന്നെ CPMൽ നിന്ന് ആരാകും പ്രതിപക്ഷ നേതാവ് എന്ന പ്രഖ്യാപനം തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടാകുമെന്നാണ് CPM നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ശരി, അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവ് ആരാകുമെന്നതിൽ PBയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. മറ്റൊന്ന്, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്ക് പ്രതിപക്ഷ നേതാവായി ഇരിക്കാൻ താൻ തയ്യാറാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അതും ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 17ാം തമിഴ്നാട് നിയമസഭയിലെ നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഇന്ന് ചെന്നൈയിൽ നടക്കും. സെക്രട്ടേറിയറ്റിലെ അസംബ്ലി ചേംബറിൽ രാവിലെ 9:30-ക്കാണ് ചടങ്ങുകൾ നടക്കുക. സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. മുഖ്യമന്ത്രിയായി വിജയ് ഉൾപ്പെടെ 10 പേർ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു. 120 MLA-മാരുടെ പിന്തുണയോടെയാണ് TVK സർക്കാർ രൂപീകരിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയനെ കാണാൻ താനൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് കാൽനട യാത്രയുമായി ദമ്പതികൾ. വിജയുടെ കടുത്ത ആരാധകരാണ് ഇവർ. വിജയെ കണ്ട് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണം എന്നതാണ് ഇരുവരുടെയും ആഗ്രഹം. ചെറുപ്പം മുതൽ വിജയുടെ കടുത്ത ആരാധകരായ റാഫിയുടെയും ഷെഹനയുടെയും ആഗ്രഹമാണ് വിജയെ ഒന്ന് കാണുക എന്നത്. താനൂരിൽ നിന്നും ചെന്നൈ വരെ എത്തണം തങ്ങളുടെ ഇഷ്ടതാരവും ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ വിജയെ നേരിൽ കാണാൻ. എങ്കിൽ പിന്നെ ചെന്നൈ വരെ കാൽനടയായി പോയാലോ എന്നായി റാഫിക്ക് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ ഷെഹനയും ഒപ്പം കൂടി. 6-ാം തീയതി മലപ്പുറം താനൂരിലെ വീട്ടിൽ നിന്നും തുടങ്ങിയ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് പാലക്കാടാണ്. ചെറുപ്പം മുതൽ കണ്ടുവളർന്ന താരത്തോടുള്ള കടുത്ത ആരാധനയാണ് കാൽനടയായി പോയി അദ്ദേഹത്തെ കാണണമെന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്ന് റാഫിയും ഷെഹനയും പറയുന്നു. കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് വിജയിലേക്ക് എത്താ, ദളപതിയെ കാണാ, അടുത്ത് നിൽക്കുക, കെട്ടിപ്പിടിക്കാന്നുള്ള ഒക്കെ. അപ്പോൾ നമുക്ക് വണ്ടിയിലോ മറ്റു കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ആരും സപ്പോർട്ടും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. നമുക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് അങ്ങനെ ഒന്നുമില്ല, ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് കാണുന്നവരും നമ്മുടെ വഴി കൂടെ പോകുന്ന ആൾക്കാരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ പോകുന്നത്. അവിടെ എത്തുന്ന മാത്രമല്ലല്ലോ, നമുക്ക് കാണും കൂടെ വേണ്ടേ. ഇതൊക്കെ പറഞ്ഞ് നമുക്ക് പോയി നോക്കാം, നടന്നു പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. 2 ആഴ്ചൻ്റെ ഉള്ളിൽ എന്തായാലും എത്തണം. ഓരോ ദിവസവും 20 കിലോമീറ്ററോളമാണ് ഇരുവരും നടക്കുന്നത്. രാത്രിയാകുമ്പോൾ ടെന്റ് കെട്ടി താമസം. ദിവസവും പൂർണ്ണ പിന്തുണയുമായി ഒട്ടേറെ പേരാണ് ഇരുവരെയും കാണാനെത്തുന്നത്. ചെന്നൈയിലേക്കെത്താൻ ഇനിയും ഒരുപാട് ദിവസങ്ങളെടുക്കും. എങ്കിലും വെച്ചകാൽ മുന്നോട്ട് തന്നെ. വിജയെ ഒന്ന് കാണണം, പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണം. ആ ആഗ്രഹവുമായി അവർ യാത്ര തുടരുകയാണ്. അമൃത ന്യൂസ്, പാലക്കാട്.
അസമിലെ പുതിയ BJP സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് തുടർച്ചയായി രണ്ടാം തവണയും അസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. രാവിലെ 11 മണിക്കാണ് ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് BJP നേതാക്കൾ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. 126 അംഗ അസം നിയമസഭയിൽ 102 സീറ്റുകൾ നേടിയാണ് NDA സഖ്യം വീണ്ടും അധികാരത്തിലെത്തിയത്. 82 സീറ്റുകൾ BJP ഒറ്റയ്ക്ക് നേടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റിനും മുന്നറിയിപ്പുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി അൽഫിൾട്ട് ഡിസൂസ ചേരുകയാണ്. അൽഫിൾട്ട്, ശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യത അതാണല്ലേ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്? മഴ അത് തന്നെയാണ്. 14-ാം തീയതി വരെ ശക്തമായ, അതായത് അടുത്ത 5 ദിവസം വരെ ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതായത് ശക്തമായ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇന്ന് 3 ജില്ലകളിലാണ്, അതായത് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. നാളെ ആകുമ്പോൾ അത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി മാറുന്നു. അതിനുശേഷം ബുധനാഴ്ച ആകുമ്പോൾ മലബാറിലാണ്, അതായത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അതായത് ഇന്നും നാളെയും മധ്യ കേരളത്തിനും തെക്കൻ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 40 മുതൽ 60 കിലോമീറ്റർ വേഗത്തിൽ വരെ, അതായത് ശക്തമായ കാറ്റിനാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യബന്ധനത്തിൽ പോകുന്നവർക്കൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ കൂടലിൽ ന്യൂനമർദ്ദം, അത് 48 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഗൾഫ് ഓഫ് മാന്നാറിനും ശ്രീലങ്കയ്ക്കും മുകളിലായി, തീരത്തിന് മുകളിലായി ഒരു ചക്രവാത ചുഴി ഇപ്പോഴും രൂപപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ സ്വാധീനത്താൽ അത് ന്യൂനമർദ്ദമായി മാറും. ന്യൂനമർദ്ദം വരികയാണെങ്കിൽ അത് ഈ സീസണിലെ ആദ്യത്തെ ന്യൂനമർദ്ദമാണ്. ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയായിരിക്കും, ശക്തമായ കാറ്റുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തന്നെ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിലൊക്കെ തന്നെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ രീതിയിലൊക്കെ അലർട്ട്, യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ഈ താഴ്ന്ന പ്രദേശങ്ങളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർക്കൊക്കെ തന്നെയും കൃത്യമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ അതേ രീതിയിൽ തന്നെ പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും ഭരണകൂടവും ഒക്കെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മായ അൺഫിൽട്ടാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഇന്നു മുതൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങും. SP P ബാലകൃഷ്ണൻ നായരുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. നിതിൻ രാജിന്റെ മരണം ഡിവൈഎസ്പി സുധീർ കലൻ അന്വേഷിക്കും. അതേസമയം മരണകാരണം ലോൺ ആപ്പ് എന്ന പരാതിയിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലും അന്വേഷണം നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. ജോസഫ്, നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് അന്വേഷണം നമ്മൾ കണ്ടതാണ്, എങ്ങും എത്തിയില്ല. ഇന്നു മുതൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കടക്കുകയാണെന്ന് കേൾക്കുന്നു. എന്താണ് വിവരങ്ങൾ? അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ഏപ്രിൽ 10-നാണ് മരിച്ചത്. എന്നിട്ട് ദിവസമായിട്ട് പോലും ഈ പ്രതികളെ കണ്ടെത്താൻ പോലീസിനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുറ്റാരോപിതനായ ഡോക്ടർ റാം ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. വീട്ടുകാർ ഉൾപ്പെടെ നിരവധി ആരോപണങ്ങളാണ് പോലീസിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന് നൽകി 2 ആഴ്ച പിന്നിടുമ്പോഴാണ് ഈ അന്വേഷണം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഈ 2 ആഴ്ചക്കാരൻ ഈ ഫയലുകൾക്കും രേഖകൾക്കും എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു അറിവില്ല. മാത്രവുമല്ല, കുടുംബം തന്നെ ഇതിനെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇതുവരെയും രേഖകൾ ഉൾപ്പെടെ നൽകിയിട്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അമൃത വാർത്തകളോട് ഉൾപ്പെടെ ആശങ്ക പങ്കുവെച്ച് ഉയർത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് ACP ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടും അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ നിതിൻ രാജിന്റെ ഫോൺ ഉൾപ്പെടെയുള്ളവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിന്റെ മുഖ്യ പ്രതിയായിട്ടുള്ള
ഡോക്ടർ റാം ഹൈക്കോടതിയിൽ 15-ാം തീയതി ജാമ്യാപേക്ഷ സമർപ്പിക്കും. ഈ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത് വരെ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഇളവുകൾ നൽകി പോലീസ് രക്ഷപ്പെടുത്തുകയാണ് എന്നുള്ള കാര്യമാണ് പ്രധാനമായും കുടുംബം തന്നെ ആരോപിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഒരു നീക്കുപോക്കും ഉണ്ടായില്ല, കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണം കാര്യക്ഷമമാണോ ഇല്ലയോ എന്ന് പോലും അറിയാനൊരു സംവിധാനം പോലും ഈ വീട്ടുകാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ഉൾപ്പെടെ ഉയർത്തിക്കാണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കാത്തിരുന്നു. എന്തായാലും ഇന്ന് ACP ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ കൂടുതൽ അന്വേഷണം ആരംഭിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരമായ. ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ നിന്ന് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഇന്നു മുതൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുകയാണ്. ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് വിപണി വിലയിരുത്തുന്നു. ദിലീപ് പറയുന്നത് കേൾക്കാം. ഇന്ന് നഷ്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കണം. വെള്ളിയാഴ്ചയും വിപണി നഷ്ടമായിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തന ഫലം വന്നതിന്റെ പ്രത്യാഘാതത്തിൽ ആ ഒരു ഓഹരിയിൽ തന്നെ 7% നഷ്ടമാണ് വെള്ളിയാഴ്ച ഉണ്ടായത്. ഇത് മൊത്തത്തിൽ വിപണിയുടെ പ്രകടനത്തെയും ബാങ്കിംഗ് മേഖലയിലെ പ്രകടനത്തെയും ബാധിക്കുകയുണ്ടായി. എന്നാൽ വെള്ളിയാഴ്ച US വിപണിയിൽ വലിയ രീതിയിൽ മികച്ച നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ഇക്കാലത്തെയും ഉയർന്ന നിലവാരം US വിപണിയിൽ ഉണ്ടാവുകയും ചെയ്ത ഒരു ദിവസമായിരുന്നു. എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് US അവധി വ്യാപാര കരാറുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു വിൽപ്പന ഇന്ന് ഏഷ്യൻ വിപണികളിൽ പലതിലും നഷ്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നത് ഇതെല്ലാം നമ്മുടെ വിപണിയെ ഇന്ന് നഷ്ടത്തിൽ തുടങ്ങാൻ പ്രേരിപ്പിക്കും. ആഗോള സാഹചര്യങ്ങൾ ഇപ്പോൾ മാറി മറിയുന്നത് പ്രത്യേകിച്ചും US ഇറാൻ സംഘർഷത്തിൽ അയവ് വന്നെങ്കിൽ കൂടിയും അത് സമാധാന കരാർ ഇപ്പോഴും പ്രാവർത്തികമാകാത്തതും മാറി മറിഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകളുമെല്ലാം വിപണിയിൽ ബാധിക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായിട്ടുള്ള വർധനവും ഒപ്പം തന്നെ രൂപയുടെ മൂല്യത്തിലുണ്ടായിട്ടുള്ള ഇടിവും എല്ലാം വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ ഒരു പ്രതിരോധമായി നിലകൊള്ളുകയും ചെയ്യുന്നു. മാത്രമല്ല വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വലിയ വിൽപ്പനയും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകം തന്നെയാണ്. വരും ദിവസങ്ങളിലും ഇതിൻ്റെ എല്ലാം സ്വാധീനം വിപണിയിലുണ്ടാവും. ഈ ഒരാഴ്ച 23,800, 24,500 എന്നുള്ള നിലവാരത്തിൽ തന്നെയായിരിക്കും മുൻനിര ഓഹരി സൂചികയിൽ വ്യാപാരം നടക്കുക. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിലും ഓട്ടോ IT മേഖലയിൽ ഉണ്ടായേക്കാവുന്ന ഒരു മികച്ച പഠനം തന്നെയായിരിക്കും വരും ദിവസങ്ങളിലും വിപണിയെ മൊത്തത്തിൽ മുന്നോട്ട് നയിക്കുന്നതിന് പ്രേരകമായി പ്രവർത്തിക്കുക. സാങ്കേതികമായി 23,800 എന്നുള്ള നിലവാരമാണ് മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് ഒരു അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. 24,400 എന്ന നിലവാരമായിരിക്കും ഉയർന്ന നിലവാരമായ ഒരു പ്രതിരോധ നിലവാരമായി കണക്കാക്കുന്നത്. ഈ നിലവാരത്തിനിടയിലായിരിക്കും വ്യാപാരം നടക്കുക എന്നാണ് കരുതുന്നത്. ഈ 24,400 എന്ന നിലവാരം മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഒരു സ്ഥായിയായ മുന്നേറ്റം വിപണി പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്നാൽ രണ്ടാം തര ചെറുകിട ഓഹരികളിൽ വളരെ മികച്ച രീതിയിൽ വ്യാപാരം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയും രണ്ടാം തര ചെറുകിട ഓഹരികളിൽ കാര്യമായ വിൽപ്പന ഉണ്ടായില്ല. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയൊരു നിക്ഷേപ താല്പര്യം കാണുന്നുമുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നഷ്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. റബ്ബർ വിലയിൽ മുന്നേറ്റം തുടരുമ്പോഴും ഉൽപ്പാദനക്കുറവ് മൂലം നേട്ടമുണ്ടാക്കാനാവാതെ കർഷകർ. മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് റെയിൻ ഗാർഡിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് റബ്ബർ കർഷകർ. എന്നാൽ ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ വില ഇടിയാതിരിക്കാൻ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാവണമെന്നാണ് കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത്. റബ്ബർ വില റെക്കോർഡുകൾ മറികടന്ന് മുന്നേറുകയാണ്. കഴിഞ്ഞയാഴ്ച കോട്ടയം ജില്ലയിൽ റബ്ബർ RSS 4 ഗ്രേഡിന് 258 രൂപയ്ക്ക് വ്യാപാരം നടന്നിരുന്നു. 2024 ഓഗസ്റ്റിൽ 255 രൂപ വില എത്തിയിരുന്നു. ഇതിനെയും മറികടന്നതോടെ കർഷകർ വലിയ പ്രതീക്ഷയിലാണ്. രാജ്യാന്തര വിപണിയിൽ വില ഉയർന്നു നിൽക്കുന്നതും ആഭ്യന്തര ഉൽപ്പാദനം കുറഞ്ഞതുമാണ് വില ഉയരാൻ കാരണം. എന്നാൽ വിലവർദ്ധനവിന്റെ യഥാർത്ഥ ഗുണം ഭൂരിഭാഗം കർഷകർക്കും ലഭിക്കുന്നില്ല. കടുത്ത ചൂടിനെ തുടർന്ന് മാസങ്ങളായി ടാപ്പിംഗ് നിലച്ചിരിക്കുന്നതിനാൽ കർഷകരുടെ പക്കൽ നിലവിൽ സ്റ്റോക്ക് കുറവാണ്. മുൻ വർഷങ്ങളിലും വേനൽക്കാലം അവസാനിക്കും മുൻപ് റബ്ബർ വില ഉയർന്നിരുന്നു. എന്നാൽ ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ വില കുറയുന്നതാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 2024 ഓഗസ്റ്റിൽ 255 രൂപ വരെ വില എത്തിയിരുന്നെങ്കിലും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വില 189 കുറഞ്ഞിരുന്നു. ഇത്തവണയും ഇത് ആവർത്തിക്കാതിരിക്കാൻ സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു. ചെറിയൊരു വിലവർധന ഉണ്ടാകുന്നു. കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ വീണ്ടും ഇവിടുത്തെ സാധാരണ റബ്ബർ കർഷകർ വീണ്ടും റെയിൻ ഗാർഡൊക്കെ ഇട്ട് ഇപ്പോൾ 19,000 രൂപ മുടക്കി കഴിയുമ്പോൾ ഉൽപ്പാദനമാകുമ്പോഴത്തേക്കും വീണ്ടും താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഭരണത്തിൽ വരുന്ന സർക്കാർ റബ്ബറിൻ്റെ അടിസ്ഥാന വില 250 രൂപ ആക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് പാലിക്കപ്പെട്ടാൽ
ഒരു പരിധി വരെയെങ്കിലും റബ്ബർ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ലാറ്റക്സ് ഉൽപ്പാദനം വർദ്ധിക്കുമ്പോഴേക്കും മഴ ശക്തമാകും. ഈ സാഹചര്യത്തിൽ റെയിൻ ഗാർഡിങ്ങിനുള്ള ശ്രമത്തിലാണ് കർഷകർ. എന്നാൽ പ്ലാസ്റ്റിക്കിനും പശയ്ക്കും ഉൾപ്പെടെ വില വർദ്ധിച്ചതിനാൽ റെയിൻ ഗാർഡിങ്ങിനും ഇത്തവണ ചിലവേറും. നിലവിൽ സർക്കാർ റബ്ബറിന് നൽകുന്ന താങ്ങുവില 150 രൂപ മാത്രമാണ്. താങ്ങുവില 250 രൂപയാക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പുതിയ സർക്കാരിന്റെ കന്നി ബജറ്റിൽ ഇക്കാര്യം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുകയാണ് കർഷകർ. അമൃത ന്യൂസ്, കോട്ടയം. കൈവശരേഖയും വനാവകാശ രേഖയും ഉണ്ടെങ്കിലും ഭൂമിക്ക് പട്ടയം എന്ന സ്വപ്നം ഇനിയും അകലെയാണ് ഇടുക്കി പീരുമേട് പ്ലാക്കത്തട നിവാസികൾക്ക്. ഭൂമിക്ക് പട്ടയം ലഭിക്കാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ കൃഷിക്കോ ബാങ്ക് വായ്പ പോലും എടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. പട്ടയത്തിനായി നിവേദനങ്ങൾ നൽകി കാത്തിരിക്കുകയാണ് പ്ലാക്കത്തടം നിവാസികൾ. പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഉന്നതിയാണ് പ്ലാക്കത്തടം. ഇവിടെ ആളുകൾ താമസം തുടങ്ങിയിട്ട് 80 വർഷം കഴിഞ്ഞു. മലയേറിയ വിഭാഗത്തിൽപ്പെട്ട 90ഓളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. 1980കളിൽ തിരുവിതാംകൂറിന്റെ അധീനതയിൽപ്പെട്ട മുറിഞ്ഞപുഴ വളഞ്ഞാങ്കാനം മേഖലകളിൽ മലമ്പനിയെ ചെറുക്കാൻ കൊയ്ന കൃഷി ആരംഭിച്ചു. കൊയ്നാത്തോട്ടത്തിൽ തൊഴിലെടുത്തിരുന്ന മലയേറിയ വിഭാഗത്തിൽപ്പെട്ടവർ പ്ലാക്കത്തടത്ത് താമസമുറപ്പിക്കുകയും പിന്നീട് ഇവർക്ക് ഭൂമി നൽകുകയും ചെയ്തു. ഇവരുടെ പിന്മുറക്കാരാണ് ഇവിടെ താമസിക്കുന്നവരിൽ അധികവും. തങ്ങളുടെ ഭൂമിക്ക് പട്ടയം വേണമെന്ന ഈ കുടുംബങ്ങളുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 10-85 വർഷമായിട്ട് പട്ടയം ഇല്ലാത്ത ഒരു മേഖലയിൽ ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നതല്ല, ഇന്ത്യ രാജ്യത്ത് തന്നെ താമസിക്കുന്ന ആളുകളാണ്. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഒളിച്ചോടി വന്ന് താമസിക്കുന്നതല്ല ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് നാളിതുവരെയായിട്ടും പട്ടയം കിട്ടുന്നില്ല. അപ്പം പട്ടയം കിട്ടുമ്പോഴത്തേക്ക് കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുന്നില്ല. അതിനൊരു മറുപടി, നല്ലൊരു മറുപടി ഞങ്ങൾക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പട്ടയം കിട്ടണം. കൃഷി മാത്രം ഉപജീവനമാർഗമാക്കി മുൻപോട്ടു പോകുന്നവരാണിവർ. പട്ടയത്തിനായി നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും അനുകൂല നടപടിയുണ്ടായിട്ടില്ല. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കാലം മാറിയപ്പോൾ ഗ്രാമവീഥികളിൽ നിന്ന് മറഞ്ഞുപോയ ഒന്നാണ് കാളവണ്ടിയുടെ കുളമ്പടി ശബ്ദം. എന്നാൽ പത്തനംതിട്ട തട്ടയിലെ നിരത്തുകളിൽ ആ പഴയകാലം തിരിച്ചെത്തിയിരിക്കുകയാണ്. നന്ദന ഫാമിലെ ചിക്കു നന്ദനയും മാണിക്കൻ എന്ന പേരുള്ള കങ്കയം കാളയുമാണ് ഇപ്പോൾ ഈ മാറ്റത്തിന് പിന്നിൽ. അറവുശാലയിലെ വാൾമുനയിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ മാണിക്കൻ ഇന്ന് നാടിനാകെ കൗതുകമാണ്. നാട്ടുവഴികളിലെ ഈ കുളമ്പടി ശബ്ദം പുതുതലമുറയ്ക്ക് അന്യമായിരിക്കാം. എന്നാൽ പഴമക്കാരുടെ ഓർമ്മകളിൽ കാലങ്ങൾ പിന്നിലേക്കെത്തും. ആരെയും ആകർഷിക്കുന്ന വലിയ കൊമ്പുകളുള്ള സുന്ദരനായ ഈ കാളക്കുട്ടൻ്റെ പേര് മാണിക്കൻ. ആരുടെയെങ്കിലും തീന്മേശയിൽ എത്തേണ്ടിയിരുന്ന ഇവൻ്റെ ജീവിതം മാറിമറിഞ്ഞത് പത്തനംതിട്ട തട്ടയിലെ നന്ദന ഫാം ഉടമ ചിക്കു നന്ദനയുടെ ഇടപെടലിലാണ്. ഇത് കാങ്കയം ഇനത്തിൽപ്പെട്ട കാളയാണ്. ഇയാളെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നതാണ്. ഇയാളെ ശരിക്കും ഒരു അറവുശാലയിൽ അറവിന് വേണ്ടി കൊണ്ടുപോയതാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് കൂടെ വൈകിയാണെങ്കിൽ ആൾ ഡെഡായി പോയേനെ, അവർ കൊന്നേനെ. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ചോദിക്കുന്ന വില കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു. മരണമുഖത്തു നിന്ന് രക്ഷപ്പെട്ടവൻ ഇന്ന് നന്ദന ഫാമിലെ രാജകുമാരനാണ്. ഫാമിൽ നല്ല പരിചരണവും പരിശീലനവുമൊക്കെ മാണിക്കിന് നൽകുന്നുണ്ട്. പണ്ട് പഴയ 4 കെട്ട് വീടാണ്. പണ്ട് മുതലേ കാളയും കാളവണ്ടിയൊക്കെ ഉള്ള വീടാണ്. അപ്പം പണ്ട് മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കിവിടെ കുതിരയും കുതിരവണ്ടിയൊക്കെ ഉണ്ട്. അപ്പം പരിപാലനമൊക്കെ പണ്ടത്തെ പോലെ തന്നെ പുളിയരി, അതേപോലെ തന്നെ തവിട്, ധാന്യപ്പൊടി, അങ്ങനെയുള്ള പല ഫുഡുകൾ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3 നേരം കൊടുക്കും. എല്ലാ ദിവസവും 2 മുട്ട വീതവും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവർ അറക്കാൻ കൊണ്ടുകൊടുത്ത് നേട്ടം പിടിച്ചുകൊണ്ട് വന്നായതുകൊണ്ടും പിന്നെ അറക്കാൻ നേരത്ത് കയ്യും കാലും കെട്ടി വാലി വലിച്ചാണ് ഇവർ തറയിൽ വീത്തിയിടുന്നത്. അങ്ങനെ വീത്തിയിട്ടെടുത്തൊന്ന് കൊടുക്കുന്നതുകൊണ്ട് മൂപ്പരാൾക്ക് ആ ഒരു പേടിയുള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാലി ഇങ്ങനെ തൊട്ട് കൊടുത്ത ആൾ ഓടും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ തല്ലേണ്ട ആവശ്യമില്ല. പിന്നെ തല്ലേണ്ട ഒരു സാഹചര്യം ഇന്നവരെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. പിന്നെ പല ആൾക്കാരും പല രീതിക്കും കമൻറ്റ് ഇടുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഈ ഒരു സംഭവം ഉള്ളത്. കാരണം നമ്മളിവിടെ കൊടുന്ന് ഇപ്പോൾ ഒരു പാത്രത്തിൽ ഇരുന്ന ഒരാളുടെ ഭക്ഷണം ആവേണ്ട സ്ഥാനത്ത് നമ്മളിവിടെ കൊടുന്ന് അതിനെ നോക്കി ഉണ്ടാക്കുകയാണ്. സാധാരണ എല്ലാവരും പറയുന്നതും വിചാരിക്കുന്നതും നമ്മളിവിടെ കൊടുന്ന് ഉപദ്രവിക്കുക എന്നാണ്. മാണിക്കൻ മാത്രമല്ല, നന്ദന ഫാമിൽ വിവിധ സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള കുതിരകളും ഒട്ടകവും കാളവണ്ടികളുമൊക്കെയുണ്ട്. വിവിധ ആഘോഷങ്ങൾക്ക് ഇവിടുത്തെ മൃഗങ്ങളെ അതിഥികളായി എത്തിക്കാറുണ്ട്. അവധിക്കാലം ആഘോഷിക്കാനെത്തുന്ന കുട്ടികൾക്ക് കാളവണ്ടി യാത്രയ്ക്കൊപ്പം കുതിരസവാരി പഠിക്കാനുള്ള സൗകര്യവും ഒരുക്കുന്നു. ക്യാമറമാൻ രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.
കണ്ണിന് കാഴ്ച വിരുന്നാണ് തിരുവനന്തപുരം മ്യൂസിയം ആർട്ട് ഗാലറി ഓഡിറ്റോറിയത്തിലെ ട്രൂ ടു നേച്ചർ എന്ന ചിത്ര പ്രദർശനം. സന്തോഷം .k എന്ന ചിത്രകാരന്റെ മികവ് തെളിയിക്കുന്ന അനേകം ചിത്രങ്ങൾ ഇവിടെയുണ്ട്. കോവിഡ് കാലത്ത് ഒരു നേരം പോക്കായി മകൾ സ്മിത നൽകിയ ചായക്കൂട്ടുകൾ കൊണ്ട് തുടങ്ങിയ ചിത്രരചനയാണ്. 6 വർഷം കൊണ്ട് കെ സന്തോഷം ജീവൻ നൽകിയത് അതിമനോഹര ചിത്രങ്ങൾക്ക്. യാത്രകളിൽ മനസ്സിലുടക്കിയ മനോഹരമായ കാഴ്ചകൾ ക്യാൻവാസിൽ പകർത്തിവെച്ചിട്ടുണ്ട്. ബാങ്കിൽ ജോലി ചെയ്ത സമയത്തോ അതിനുശേഷം 5 വർഷത്തേക്കോ ഒന്നും വരയ്ക്കില്ലായിരുന്നു. വരയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. പ്രകൃതിയോട് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ പ്രൊഫഷണലായിട്ട് പഠിച്ചതല്ല. അതുകൊണ്ട് എനിക്ക് ഈ മുഖമൊക്കെ വരയ്ക്കാനുള്ള പ്രാക്ടീസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ കൈക്ക് നന്നായിട്ട് വഴങ്ങുന്നെന്ന് തോന്നുന്നത് പ്രകൃതിയാണ്. അതുപോലെ പ്രകൃതിയോട് എനിക്ക് ഇഷ്ടമാണ്, യാത്ര ഇഷ്ടമാണ്, കാഴ്ചകൾ കാണാൻ ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ യാത്ര ചെയ്ത സ്ഥലങ്ങളിലുള്ള പിക്ചേഴ്സാണ് ഇതിൽ പലതും. കാശ്മീരാണെങ്കിലും നേപ്പാളാണെങ്കിലും ഇവിടെ ലോക്കലായിട്ടുള്ളതാണ് യാത്ര ചെയ്യുമ്പോൾ എടുത്ത പടങ്ങളാണ് കൂടുതലും വരച്ചിട്ടുള്ളത്. റിട്ടയേർഡ് ഇന്ത്യൻ ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജറാണ് കെ സന്തോഷം. ചിത്രങ്ങൾ ആസ്വദിക്കാൻ അനേകം പേരാണ് ഇവിടെ എത്തുന്നത്. പുള്ളി മാനേജറായിരുന്നു, ബാങ്കിലെ മാനേജറായിരുന്നു. അത് നല്ല രീതിയിൽ പുള്ളി നല്ല ഒരു നമുക്ക് മാതൃകയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ടാലൻ്റ് ഉള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പം ഒരു മെസ്സേജ് ഇട്ടു, ഞാൻ മ്യൂസിയത്തിൽ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടുപോയി. നമുക്ക് എന്തായാലും ചിറയക്കാർക്ക് ഒരു അഭിമാനമാണ്. പ്രകൃതിയുടെ നിശബ്ദതയും വന്യതയും ഒരുപോലെ പകർത്തിവെച്ച ക്യാൻവാസുകൾ. നമ്മൾ ഇടയ്ക്കെപ്പോഴോ ആസ്വദിക്കാൻ മറന്നുപോയ ആ നിറച്ചാർത്തുകളെ നമുക്ക് മുൻപിലേക്ക് എത്തിക്കുകയാണ് ചിത്രകാരൻ. ക്യാമറമാൻ സുനിൽ മുണ്ടോത്തിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് കണ്ണാടിക്കലിൽ ചപ്പാത്തി കമ്പനിക്ക് തീപിടിച്ചു. പറമ്പിൽക്കടവ് പ്രവർത്തിക്കുന്ന ബ്രദേഴ്സ് ചപ്പാത്തി കമ്പനിയുടെ ഓപ്പൺ കിച്ചണാണ് തീപിടിച്ചത്. പുലർച്ചെയായിരുന്നു സംഭവം. അടുപ്പിന് സമീപം സൂക്ഷിച്ചിരുന്ന വിറകുകൾക്കും ചിരട്ടകൾക്കും തീപിടിക്കുകയായിരുന്നു. അതിന് സമീപം സൂക്ഷിച്ചിരുന്ന LPG സിലിണ്ടർ വെള്ളിമാടുകുന്ന് അഗ്നിരക്ഷാ സേനയുടെ സമയോചിത ഇടപെടൽ കൊണ്ട് എടുത്തുമാറ്റിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. അഗ്നിശമന സേന സ്ഥലത്തെത്തി തീയണച്ചു. കോഴിക്കോട് മൂരിയാട് മരം മില്ലിന് തീപിടിച്ചു. ഇന്നലെ രാത്രി 9:30യോടെയാണ് സംഭവം. മില്ലിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട പ്രദേശവാസി ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ബീച്ച്, മീഞ്ചന്ത ഫയർ സ്റ്റേഷനുകളിലെ ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. ഫർണിച്ചർ നിർമ്മാണത്തിനായി സൂക്ഷിച്ച് മുഴുവൻ തടികളും കത്തിനശിച്ചു. പാർട്ടി അടിമുടി പരാജയപ്പെട്ട കേരളത്തിൽ ആലപ്പുഴയിൽ VS എന്ന 2 അക്ഷരം വീണ്ടും പുനർജനിക്കുകയാണ്. മരണമില്ലാത്ത നേതാവ് തിരുത്തലുകൾ ആവശ്യപ്പെടുന്ന ഈ കാലത്ത് കലഹിക്കുകയാണ്. ജനനം മുതൽ താൻ അനുഭവിച്ച കെട്ടകാലത്തിൻ്റെ ഓർമ്മകൾ വേലിക്കകത്ത് വീട്ടിലെ ചുവരിൽ വീണ്ടും തെളിയുമ്പോൾ അത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. തെറ്റുകളിൽ നിന്ന് തിരുത്തപ്പെട്ട് ശരിയിലേക്ക് നടക്കണമെന്ന് തൻ്റെ പ്രിയ പാർട്ടി പ്രവർത്തകർക്കുള്ള ഓർമ്മപ്പെടുത്തൽ. വേലിക്കകത്ത് വീട്ടിൽ പോയ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ചുവരിൽ തെളിയുകയാണ്. VS എന്ന 2 അക്ഷരം നൽകുന്ന വിപ്ലവകാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. ആലപ്പുഴയ്ക്കും വിപ്ലവ കേരളത്തിനും VS ആരായിരുന്നുവെന്ന് വരച്ചിടുകയാണ് ലളിതകലാ അക്കാദമിയിലെ ഒരു കൂട്ടം കലാകാരന്മാർ. VSന്റെ ജനനം മുതൽ അന്ത്യയാത്ര വരെയുള്ള നിമിഷങ്ങളാണ് 30 ചിത്രങ്ങളിലായി നിറയുന്നത്. അമ്മയുടെ മരണം, വസൂരി പിടിപെട്ട അമ്മയെ കാണാൻ അച്ഛനുമൊത്ത് പാടവരമ്പത്തുകൂടി കുഞ്ഞച്യുതാനന്ദൻ നടന്നു വരുന്നത്, സ്കൂൾ ജീവിതം, UP സ്കൂളിലേക്കുള്ള യാത്രയെ സവർണർ തടയുമ്പോൾ അവരെ അരഞ്ഞാണമൂരി അടിക്കുന്നത് തുടങ്ങിയവയെല്ലാം ചിത്രങ്ങളിലുണ്ട്. ഇതിനെല്ലാം പുറമെ P. കൃഷ്ണപിള്ള അടക്കമുള്ള നേതാക്കളുമായി യോഗം ചേരുന്നതും പുന്നപ്ര വയലാർ സമരവും ലോക്കപ്പ് മർദ്ദനവും കാലിൽ പോലീസുകാർ ബയണറ്റ് വെച്ച് കുത്തുന്നതുമെല്ലാം മതിലിൽ നിറയുന്നുണ്ട്.
കനത്ത പരാജയത്തിൽ പുനർവിചിന്തനത്തിന് തയ്യാറെടുക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് ഇന്ന് ഇതൊരു ഓർമ്മപ്പെടുത്തലായി മാറുകയാണ്. അദ്ദേഹം ഏറ്റെടുത്ത ജനകീയ പ്രക്ഷോഭങ്ങൾ നീതിക്കും അഴിമതിക്കെതിരെയും സ്ത്രീപക്ഷത്തിനൊക്കെ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ നന്മകളെല്ലാം തന്നെ ഒന്ന് ഷോക്കേസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ചെറിയ ഒരു ചിത്രരചന ക്യാമ്പാണ് അക്കാദമിയുടെ ഭാഗത്തു നിന്നിപ്പോൾ ചെയ്തിരിക്കുന്നത്. VS വളർത്തിയ വിപ്ലവ മണ്ണിൽ VS പോരാടി നേടിയ വിജയങ്ങൾക്ക് മുന്നിൽ പാർട്ടി പിന്നോട്ടു പോകുമ്പോൾ വിപ്ലവ കേരളത്തിന്റെ എക്കാലത്തെയും പ്രായം തളർത്താതിരുന്ന പോരാളി വീണ്ടും പുനർജനിച്ചു പറയുകയാണ്. തിരിച്ചു വരണം. അതിന് ഈ പോരാട്ടകാലം ഊർജമാകും, ആകണം. വേലിക്കകത്ത് വീട്ടിൽ നിന്ന് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ വീണ്ടും അതിനായി പുനർജനിക്കുന്നു, തന്റെ പാർട്ടിയുടെ കളഞ്ഞുപോയ പോരാട്ട വീര്യത്തെ തിരിച്ചെടുക്കാൻ. അമൃത ന്യൂസ്, ആലപ്പുഴ. ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് MV ഹോണ്ടിയസ് കപ്പലിൽ നിന്നുള്ള യാത്രക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചു. സ്പെയിനിലെ കാനറി ദ്വീപുകളിലൊന്നായ ടെനറൈഫിൽ കപ്പൽ എത്തിയതോടെയാണ് ലോകാരോഗ്യ സംഘടനയുടെയും വിവിധ രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ ഒഴിപ്പിക്കൽ നടക്കുന്നത്. രോഗബാധിതരായ 5 പേർക്കൊഴികെ കപ്പലിലെ ആർക്കും വൈറസ് ബാധയുടെ ലക്ഷണങ്ങളില്ലെന്ന് സ്പാനിഷ് അധികൃതരും ലോകാരോഗ്യ സംഘടനയും ക്രൂയിസ് കമ്പനിയായ ഓഷ്യൻ വൈഡ് എക്സ്പെഡിഷൻസും പറഞ്ഞു. സ്പെയിനിൽ നിന്നുള്ള 14 പൗരന്മാരാണ് ആദ്യം കപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഇവരെ പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ മാഡ്രിഡിലേക്ക് കൊണ്ടുപോയി. ഫ്രാൻസ് പൗരന്മാരെയാണ് രണ്ടാമതായി ഒഴിപ്പിക്കുന്നത്. നെതർലൻഡ്സ്, ബ്രിട്ടൻ, അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ നാട്ടിലെത്തിക്കാൻ പ്രത്യേക വിമാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷ് പൗരന്മാരെ മേഴ്സിസൈഡിലെ ആരോ പാർക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത്. തിങ്കളാഴ്ചയോടെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള വിമാനം എത്തുന്നതോടെ എല്ലാ യാത്രക്കാരുടെയും ഒഴിപ്പിക്കൽ പൂർത്തിയാകുമെന്നാണ് വിലയിരുത്തൽ. യാത്രക്കാരെ ഒഴിപ്പിച്ച ശേഷം കപ്പൽ ജീവനക്കാരുമായി നെതർലൻഡ്സിലെ റോട്ടർഡാമിലേക്ക് തിരിക്കും. അവിടെ പൂർണ്ണമായും അണുവിമുക്തമാക്കും. രോഗബാധയെ തുടർന്ന് ഇതിനകം 3 പേർ മരണപ്പെട്ടതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുണ്ട്. ഹാൻഡ വൈറസ് സാധാരണയായി എലികളിൽ നിന്നാണ് പകരുന്നതെങ്കിലും ഒരാഡംബര കപ്പലിൽ ഇത്രയും വലിയൊരു രോഗബാധയുണ്ടായത് ആരോഗ്യരംഗത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി എത്തിക്കുക എന്നതാണ് നിലവിലെ മുൻഗണന. ന്യൂസ് ഡെസ്ക്, അമൃത TV. IPL മുംബൈ ഇന്ത്യൻസിനെ വീഴ്ത്തി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തി. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 7 വിക്കറ്റ് നഷ്ടത്തിൽ 166 റൺസ് എടുത്തപ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിലാണ് അവസാന പന്തിൽ RCB ലക്ഷ്യം മറികടന്നത്. തുടർച്ചയായ 2 മത്സരങ്ങളിലെ തോൽവിക്ക് ശേഷമാണ് RCBയുടെ തിരിച്ചുവരവ്. കളിച്ച 11 മത്സരങ്ങളിൽ 8ലും തോറ്റ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫ് കാണാതെ പുറത്തായി. IPL ഇന്ന് പഞ്ചാബ് കിങ്സ് 11 ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തുള്ള പഞ്ചാബിന് സെമി ഉറപ്പിക്കാൻ ഇന്ന് ജയം അനിവാര്യമാണ്. ഡൽഹി ക്യാപിറ്റൽസിനും ഇന്ന് ജീവൻ മരണ പോരാട്ടമാണ്. രാത്രി 7:30 മുതൽ ധരംശാലയിലാണ് മത്സരം. സ്പാനിഷ് ലീഗ് കിരീടം നിലനിർത്തി ബാഴ്സലോണ. ഫൈനൽ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡിനെ 2 ഗോളുകൾക്ക് തകർത്തുകൊണ്ടായിരുന്നു ബാഴ്സയുടെ കിരീടധാരണം. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ മേധാവിത്വം പുലർത്താൻ ബാഴ്സയ്ക്ക് സാധിച്ചു. റാഷ്ഫോർഡും ടോറസുമാണ് ഗോളുകൾ നേടിയത്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളുണ്ട്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.